നമസ്കാരം. നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മളുടെ മനസ്സിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകളുണ്ട്. നമ്മുടെ പോസിറ്റിവിറ്റി എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക? പോസിറ്റിവിറ്റി കൂടുന്തോറും നമ്മുടെ എനർജി കൂടും, അതായത് ദൈവാംശം കൂടും. നമുക്ക് ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അതെങ്ങനെയാണ് പറ്റുക? നമ്മൾ ആത്മവിശകലനം ചെയ്യുക. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്. നമ്മൾ പോസിറ്റീവായിട്ട് എന്ത് കണ്ടാലും അതിൽ നമുക്ക് അസൂയ തോന്നാതെ അവരെ എൻകറേജ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്മൈൽ, ഒരു പുഞ്ചിരി നിങ്ങളുടെ ചുണ്ടിൽ സൂക്ഷിക്കുക. കൂടാതെ നിങ്ങളുടെ മനസ്സ് ആവശ്യമില്ലാത്ത നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ റിവീൽ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഒരു സൗഹൃദം അത് ടോക്സിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്ന നിമിഷം തന്നെ നിങ്ങൾ പതുക്കെ അതിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വല്ലാത്തൊരു ട്രാജഡി ആയിരിക്കും. നിങ്ങളെപ്പോഴും നിങ്ങളിൽ ഒതുങ്ങി നിന്ന് നിങ്ങൾ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണെന്ന് വിചാരിച്ച് നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ വളർത്തിയെടുക്കുക. എല്ലാവരോടും പോസിറ്റീവായിട്ട് പെരുമാറുക. ചിലപ്പോൾ ചിലരെ നമുക്ക് ഇഷ്ടപ്പെടില്ല, എന്നാൽ അത് വെളിയിൽ കാണിക്കരുത്. നമ്മൾ അവരോടും വളരെ സൗഹൃദപൂർവ്വം പെരുമാറുക. ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് ഒരു നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ തുറക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിലെ വ്യഥകളും സങ്കടങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ വരുമ്പോൾ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ചേഞ്ച് മനസ്സിലാവും. ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ പോസിറ്റീവായിട്ട് മാറും.